അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മുട്ടുസുഖിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ചായി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് താമസിച്ചു പോയി. കാരണം കുറച്ച് പണിയുടെയും അതുപോലെ വിസേൻ്റെ എല്ലാം കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊരു വിസ പ്രോസസ്സിൻ്റെ കാര്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കിഷിലേക്ക് പോകുന്നത്. ഒരു ദിവസത്തെ ഇൻ ഔട്ട് പരിപാടി ഉണ്ടായിരുന്നു വിസ ചേഞ്ചിൻ്റെ സമയത്ത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയായിരുന്നു കിഷിലേക്ക് പോയത്. ശരിക്കും പറഞ്ഞാൽ പല സ്ഥലത്തേക്കും ആൾക്കാർ പോകുന്നുണ്ട്, ഒമാൻ, ഖത്തർ, അങ്ങനെയുള്ള പല സ്ഥലത്ത് വൺ ഡേ, അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ പോയി വരുന്നതും അങ്ങനെയുള്ള ഒരുപാട് ഇതുപോലത്തെ പരിപാടികളുണ്ട്. പക്ഷേ ഞാൻ കിഷിലേക്ക് ഇങ്ങനെയൊരു വീഡിയോ കൂടി ചെയ്യാമെന്നുള്ളൊരു കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ദിവസം കൊണ്ട്, അതായത് ഇന്ന് പോയി നാളെ തന്നെ തിരിച്ചു വരുന്നൊരു ഏർപ്പാടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിസ ചേഞ്ചിന് വേണ്ടി ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പല സ്ഥലത്തും പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയത് കിഷിലേക്കാണ്. അപ്പോൾ കിഷിൽ ആ യാത്രയുടെ നല്ല കുറേ വിഷ്വൽസാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. മനോഹരമാണ് ശരിക്കും പറഞ്ഞാൽ. കിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ആൾക്കാർ കൺട്രി ഇൻ ഔട്ട് ആയത് കാരണം എല്ലാവരും ചൂസ് ചെയ്യുന്നത് അത്തരം സ്ഥലങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി, അതായത് UAE ആണെങ്കിൽ ചെറിയ പൈസനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു 1000 ദിർഹം ഉണ്ടെങ്കിൽ സുഖമായിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഞാൻ ഒരു 3-4 വീഡിയോ ആയിട്ടാണ് ഇതിൻ്റെ പാർട്ടുകൾ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓരോ സമയം കിട്ടുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ജോലിയോ അങ്ങനെ ശരിക്കും ഭയങ്കര പാഷനായിട്ടുള്ളൊരു സംഭവമാണ് എനിക്കിത്. പക്ഷേ ജോലിയുടെ കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് മുഖ്യം. മറ്റു വേറെ സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ അതുപോലെ എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രമേ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷേ വ്യൂസ് കുറവാണ്. കാരണം ഞാൻ കണ്ടിന്യൂ ചെയ്യാറില്ല, സമയം കിട്ടുമ്പം അത്തരം സാഹചര്യം മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്കറിയാം. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ. അപ്പോൾ നമുക്ക് വീഡിയോയുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ എമിഗ്രേഷൻ ടൈമാണ്. ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. ഇവിടെ നേരത്തെ എത്തിയാൽ പോലും, അതായത് നിങ്ങൾ മണിക്കൂറുകൾക്ക് മുന്നേ എത്തിയാലും, ശരിക്കും പറഞ്ഞാൽ നോർമലി 2.5 മണിക്കൂർ 3 മണിക്കൂർ മുന്നേ നിങ്ങളൊരു യാത്രക്ക് വേണ്ടിയിട്ട് എത്തേണ്ടത് എയർപോർട്ടിൽ നോർമലി അവർ പറയുന്നത്. പക്ഷേ നിങ്ങളൊരു 4 മണിക്കൂർ മുന്നേ എത്തിയാൽ പോലും ടൈം പാസ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് സമയം പോകുന്നത് അറിയേയില്ല. കാരണം ഒരുപാട് നാട്ടിലെ കൾച്ചർ, ഒരുപാട് നാട്ടിലെ ആൾക്കാർ ഇവിടെ ഇങ്ങനെ വരുന്നതും പോകുന്നതും നമ്മുടെ മുന്നിട്ട് ഒരു രസം തന്നെയാണ്. അപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എയർപോർട്ട്, ഇത് സെക്കൻഡ് ടെർമിനലിൻ്റെ, അതായത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ, ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സെക്കൻഡ് ടെർമിനലാണ്. ഞാൻ ഇതിൻ്റെ ഒരു പുറത്തെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല റീച്ച് കിട്ടിയ വീഡിയോ ആയിരുന്നു. അന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ ഒരു 26,000 27,000 അന്നുണ്ടായിരുന്നു. ഇപ്പം കുറച്ചും കൂടി കൂടിയിട്ടുണ്ടാവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ബോർഡിംഗ് പാസ് കിട്ടി. ബോർഡിംഗ് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എമിഗ്രേഷൻ്റെ ആ സമയത്ത് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അത്രയും തിരക്കുണ്ടായിട്ട് പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഫസ്റ്റ് വീഡിയോയുടെ ആരംഭത്തിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും വളരെ ആക്യുറസിയോടെ, വളരെ നമുക്കൊരു മുഷിപ്പോ കാര്യങ്ങളോ ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ അവർ ഒരു 5-10 മിനിറ്റ്, മാക്സിമം ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് അത്രയും ആൾക്കാർ അവർ സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ശരിക്കും നല്ല ചിരിച്ച മുഖത്തോടെ ആൾക്കാർ നമുക്ക് നല്ല എൻകറേജ് ആയിട്ട് അവർ ശരിക്കും നമ്മളെ ട്രീറ്റ് ചെയ്യും. പിന്നെ വെയിറ്റ് കൂടുതൽ അങ്ങനെയല്ല. ഈ ഒരു യാത്രയ്ക്ക് പിന്നെ വെയിറ്റിൻ്റെ പ്രശ്നം വരുന്നില്ല, ആരും ലഗേജ് അങ്ങനെ കൊണ്ടുപോകാറില്ല. പിന്നെ നമ്മുടെ നാട്ടിലേക്കെല്ലാം പോകുമ്പോൾ വെയിറ്റെല്ലാം കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളോട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ പറയും എന്തായാലും. പക്ഷേ എന്നാലും അവരുടെ ആ പെരുമാറ്റം കാര്യങ്ങൾ വളരെ മനോഹരമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും പുറത്ത്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെയുണ്ട്. ഞാനായിരിക്കുന്ന സമയത്ത് നമുക്കത് വീണ്ടും കാണാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് പുറത്തെ ഇതാണ് നിങ്ങൾ കാണുന്നുണ്ടാവും. കുറേ ഫ്ലൈറ്റുകൾ നമ്മുടെ നാട്ടിൽ ബസ് സ്റ്റേഷനിൽ നിർത്തിയതുപോലെ നിർത്തിയേക്കുന്നത്. അത്രയും ഈ ഒരു എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അതും 1 മുതൽ 10 വരുന്ന ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു എയർപോർട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മിനിറ്റിന് വെച്ചിട്ട് എയർ ലാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു എയർപോർട്ടാണ്. അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളും ഇവിടെ ഉണ്ടെങ്കിൽ പോലും വളരെ ഇതായിട്ട് അവർ മാനേജ് ചെയ്ത് പോകുന്നത് ഭയങ്കരമാണ്. അത് കണ്ട് മനസ്സിലാക്കിയാലേ അത് നിങ്ങൾക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും മനോഹരമായ ഒരിതാണ്. അതുപോലെ തന്നെ ഈ യാത്രയും ശരിക്കും ഭയങ്കര രസമായിരുന്നു. എല്ലാവരും ഇതുപോലത്തെ യാത്രക്കാണ്. ഇത്രയും ആൾക്കാർ പക്ഷേ എല്ലാവരും കിഷിലേക്കല്ല, പല സ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. അതായത് ഖത്തർ, ഒമാൻ, അങ്ങനെ പല സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്, നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലത്ത് അവൈലബിൾ ആണെങ്കിൽ, അപ്പോൾ അത്തരം ഇൻ ആൻഡ് ഔട്ട് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണേലും പോകാം. പക്ഷേ ഈ കൺട്രിയിൽ നിന്ന് ഇൻ ആൻഡ് ഔട്ട് ആണെന്നുള്ള ഒരു നിയമം മാത്രമാണ്. അപ്പോൾ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്, നമ്മളെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ വീഡിയോൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ശരിക്കും അത് ഞാൻ ചെയ്തു വരുന്നുണ്ട് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ. ഞാനൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരാളല്ല.
അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാൻ പരമാവധി എൻ്റെ കഴിവിനൊത്തിട്ട് അതിന് ക്ലിയറാക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ തന്നെ ഷെയർ ചെയ്യും നല്ല പ്രതീക്ഷയോടെ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ ഞാൻ കിഷിൻ്റെയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഉണ്ടാവുക. അപ്പോൾ പാർട്ട് വൈസായിട്ടാണ്. ശരിക്കും ഏകദേശം ഒരു 1 hour മുകളിലുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ആൾക്കാർ കാണാനോ അങ്ങനെയുള്ളൊരു സൗകര്യം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊരു 6 മിനിറ്റ് 7 മിനിറ്റുള്ള വീഡിയോസായിട്ട് അങ്ങനെ പാർട്ടായിട്ട് വിടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ഫ്രണ്ട്സുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയറും ചെയ്യണം. ഈ കാണുന്ന കാഴ്ചകളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ഇതോടെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ നേരിട്ടുള്ള കാഴ്ചയിൽ അതിമനോഹരമാണ്. ശരിക്കും അവിടുത്തെ ഓരോ ഈ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുവരുന്ന ബസ് വരുന്നതും ബസ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് അടുപ്പിച്ച് പോകുന്നതും ആ സമയത്തുള്ള സീനറിയും കാര്യങ്ങളെല്ലാം വളരെ മനോഹരമാണ്. ശരിക്കും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്ക് ശരിക്കും അതൊരു ആയിട്ടുള്ള നിങ്ങളെ റീകളക്ഷനായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടാവും. അത്രയും ഈ ഒരു എയർപോർട്ടിൻ്റെ അത് ഭയങ്കര പ്രത്യേകതയാണ്. ശരിക്കും എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനും ഭക്ഷണം കഴിക്കാനും അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കഫേ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റി. ഇത് സെക്കൻഡ് ടെർമിനലാണ്. അതായത് നോർമലി നിങ്ങൾ ഫസ്റ്റ് ടെർമിനലിൻ്റെതായ തിരക്കും കാര്യങ്ങളും ഇവിടെ ഉണ്ടാവില്ല. ഇത്തരം കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ അറിയില്ല എയർപോർട്ടുകളിൽ ഉണ്ടാകുന്ന ഒരു സൗകര്യത്തിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അതായത് ഈ വീഡിയോയുടെ പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് വളരെ ആവശ്യമാണ് എനിക്ക്. ഞാൻ അത് പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളായത് കാരണം തന്നെ വീഡിയോ ഇടാനുള്ളൊരു ടൈമും കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പരമാവധി വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട്